ഈ എത്ര വയസ്സിൽ തുടങ്ങിയതാ ഈ പ്രേമവും ശൃംഗാരവും ഒക്കെ? ചേട്ടാ ഇവിടെ ഇനി അതും ഇതും പറഞ്ഞ ഡാഡി കേട്ടാലുണ്ടല്ലോ. കേൾക്കട്ടടാ. ആ ഡാഡി കേട്ട് കഴിഞ്ഞാ പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനും ചേട്ടൻ തന്നെ നിൽക്കേണ്ടി വരും. ആ ഞാനാണ് നിനക്ക് എല്ലാത്തിനും മണം വെച്ച് തരുന്നത്. ഇനി ഞാൻ എല്ലാ കാര്യവും ഡാഡിയോട് തുറന്ന് പറയാൻ പോവാ. ചേട്ടൻ ഡാഡിയോട് ഒന്നും പറയാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെ എന്നെ വരട്ടുമെങ്കിലും ചേട്ടനോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എന്റെ കൊച്ചു കള്ളനല്ലേ. കയ്യടാ, എനിക്കെന്റെ മയക്കൊന്നും കണ്ട. ചേട്ടാ ഇന്ന് ഏതവനെയാ കണി കണ്ടത്? എടാ കണി കണ്ടതിന്റെ കുഴപ്പമില്ല, നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ്. ഞാനിപ്പോ എന്ത് തെറ്റെന്നാ ചേട്ടൻ പറയുന്നത്? അപ്പൊ അവനൊന്നും പറഞ്ഞിട്ടില്ല, പച്ചപ്പാവം. ഏതാടാ പെണ്ണ്? അത് സർക്കിൾ ഇൻസ്പെക്ടർ മിന്നൽ മാധവൻ നായരുടെ മകളാ. ആ കൊള്ളാവല്ലോ. ഇടി പാഴ്സലായിട്ട് വരാൻ പറ്റിയിടത്താണ് എന്റെ അനിയൻ ബന്ധം വെച്ചിരിക്കുന്നത്. നിന്റെ യോഗം. എന്താണ് അവളുടെ പേര്? കല. തലേ? അല്ല, ശശികല. അവൾ നിന്റെ കൂടാണോ പഠിക്കുന്നത്? അല്ല, സെന്റ് തെരേസാസിലാ. ആ പിന്നെ കലയ്ക്ക് ഡാൻസ് പറയാം. അത് ശരി. അതാണ് സാറ് രാവിലെ തലയിലും കിട്ടി ഡാൻസ് പഠിക്കാനാണെന്ന് പറഞ്ഞു പോകുന്നത് അല്ലേ? എന്താ നിങ്ങളുടെ ഭാവി പരിപാടി? ചേട്ടൻ ഇങ്ങനെ വക്കീലന്മാരെ പോലെ കുത്തി കുത്തി ചോദിച്ചാലുണ്ടല്ലോ ആകെ കുഴഞ്ഞു പോകും. ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഇത്ര വലിയ കുറ്റമാണോ? എഴുതേക്കടാ, എഴുതേക്കടാ. എന്താണോ നീ ചോദിച്ചത്? പ്രേമിക്കുന്നത് കുറ്റമാണോ? നിന്റെ പ്രായം കഴിഞ്ഞിട്ട് തന്നെ ഞാനും ഇത്രയായത്. പ്രേമത്തിന്റെ ഗുണവും ദോഷവും ഒക്കെ എനിക്കും അറിയാം. എന്റെയൊക്കെ പ്രായത്തിൽ ചേട്ടൻ ഇങ്ങനെയൊന്നും സാധിക്കാത്തതിന്റെ ജലസിയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എന്തോ ജലസിയോ? മുലകുടി മാറാത്ത നിന്നെ പോലത്തെ പരട്ട പയ്യന്മാരുടെ പേട്ട പ്രേമം കാണുമ്പോ എനിക്ക് ജലസിയോ? പഠിക്കാൻ പോയാൽ പഠിക്കണം, അല്ലാതെ പഠിത്തവും കളഞ്ഞ് ഉഴപ്പിക്കേണ്ട പെമ്പിള്ളേരെ പുറകെ നടന്നല്ലോ. ആർക്കും ഷേപ്പ് ചെയ്യാൻ മതികള്. ബാലേന്ദ്ര സാറിന് അങ്ങനെ വിളിക്കുന്നു. ഡാഡിയുടെ അടുത്ത് ചെല്ലുമ്പോ കവാത്ത് മറന്ന പോലീസുകാരനെ പോലെ എല്ലാം മറന്ന് നമ്മുടെ കാര്യമെല്ലാം വെച്ച് കാച്ചു. ഓ ഇനി അറിഞ്ഞെന്ന് വെച്ച് ചാകാനൊക്കെ പറ്റൂ. എപ്പോഴായാലും ഡാഡി അറിയേണ്ടതല്ലേ. വേദനിച്ചോ എന്ന് ചോദിച്ചാൽ വേദനിച്ചു. സാധാരണ ഞങ്ങളെപ്പോലുള്ള നഴ്സുമാർ ഇഞ്ചക്ഷൻ ചെയ്താൽ വിനോദിനെപ്പോലുള്ള ചെറുപ്പക്കാർക്ക് വേദനിക്കാറില്ല. അതിനാണല്ലോ സൂസിയെ പോലെ സുന്ദരികളായ നേഴ്സുമാരെ ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത് തന്നെ. സത്യം പറയാമല്ലോ, എനിക്ക് വേദനിച്ചു. പക്ഷേ ആ വേദനയിലും ഒരു സുഖമുണ്ടായിരുന്നു. വിനോദിനോട് ഡോക്ടർ സിഗരറ്റ് വലിക്കരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടും കണ്ടില്ലേ സിഗരറ്റ് വലിച്ചു കൂട്ടിയിരിക്കുന്നത്? ആരാ ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത്? എനിക്കറിയാം, ഇതൊക്കെ മത്തായിയുടെ പണിയായിരിക്കും. ഒന്ന് മാറിക്കേ, മാറൂ. എന്താ ഇത്? സോറി സിസ്റ്റർ, വലിക്കായിരുന്നിട്ട് ഏതാണ്ട് പോലെ. അതുകൊണ്ടാ. എന്റെ പൊന്നു സിസ്റ്റർ അല്ലേ, അതിങ്ങി തന്നേരെ. ഇല്ല, ഞാൻ തരില്ല. സിസ്റ്ററെ, ഒരു സ്ത്രീയുടെ ആദ്യ ചുംബനത്തെക്കാൾ ആശോപീരമാണ് ഒരു സിഗരറ്റിന്റെ അവസാനത്തെ പോയ്ക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, വിവരമുള്ളവർ പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ പലരും പലരും പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നോക്കിയാലേ രോഗം മാറില്ല. സിസ്റ്റർ എന്തിനാ കഷ്ടം മാറ്റണേ? എന്റെ സിസ്റ്റർ കളയല്ലേ, എന്റെ പൊന്നു സിസ്റ്റർ കളയല്ലേ. I'm sorry about it. I'm sorry. It's okay. Sure. ഇതെന്താ? വെള്ളം. അത് വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റർ. അതെ അതെ, കുടിക്കാനുള്ള വെള്ളമല്ലേ അവിടെ ഇരിക്കുന്നത്? എന്റെ സിസ്റ്റർ, അത് കോർപ്പറേഷൻ വാട്ടറാണ്, കുടിക്കാനൊന്നും കൊള്ളില്ല. അതുകൊണ്ടാ ഞാൻ പിന്നെ എന്റെ പൊന്നു സിസ്റ്റർ ഇത് താഴത്തോട്ടിട്ടാൽ ആരെങ്കിലും തലയിൽ വീഴുമല്ലോ, അത് വലിയൊരു കുഴപ്പമാകല്ലോ എന്ന് വെച്ചിട്ടാ ഞാൻ ചെയ്യായിരുന്നു. ഇപ്പൊ അത് വലിയൊരു അബദ്ധമായിപ്പോയി. ഇനി സിസ്റ്റർക്ക് ഈ റൂം എവിടെയൊക്കെ പരിശോധിക്കാണ്ടോ അവിടെ എല്ലാം പോയി പരിശോധിക്കും. സമാനായല്ലോ. ഒരു സീരിയസ് മോളോ വലിക്കാൻ പറ്റാത്ത ഹോസ്പിറ്റൽ എന്തോന്ന് ഹോസ്പിറ്റലാ സിസ്റ്ററെ? വിനോദ്, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനേ പറ്റൂ. അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് വിനോദാ. നിങ്ങളുടെ രോഗം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എന്റെ രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ശരിയാണ്, ഡയഗ്നോസ് ചെയ്യുന്നേ ഉള്ളൂ. സിസ്റ്റർ എന്നോട് എന്തോ തന്ത്രപൂർവ്വം മറയ്ക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എന്റെ രോഗം എന്താണെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. വിനോദിന് കാര്യമായി ഒരു അസുഖവും ഇല്ല. അത് ശരിയാണ്. അല്ല, ഇതാ രമ്യ മോള്. മോളിന്ന് ക്ലാസ്സിൽ പോയില്ലേ? ഏതായാലും മോളിട്ടിരിക്കുന്ന പേര് കൊള്ളാം, ത്രിബിളക്സ് അങ്കിൾ. ത്രിബിളക്സ് 555. ഞാൻ വരട്ടെ. കംപ്ലീറ്റ് കഴിഞ്ഞു മോളെ.
മത്തായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അങ്ങോട്ട് കേട്ടാ സാറേ, ആ സിസ്റ്റർ വെച്ച് വെളിയിലേക്ക് വരുമെന്ന് വിചാരിച്ചാൽ പുറത്തുനിന്ന് നിന്റെ കാല് കഴിച്ചല്ല. ആ കൊച്ചി എപ്പോ നോക്കിയാലും സാറിന്റെ മുറി തന്നെയാണല്ലോ. എന്നാലും ആ കൊച്ചി വെറും പാവണ കേട്ടാ. കൊച്ചോ? മോളാ കൊച്ച്. അത് വലിയ പെണ്ണാ അല്ലേ അങ്കിൾ? പിന്നെ സാറിന്റെ പണികളെയൊന്നാണ് തോന്നണത്. ആ നേഴ്സ് കൊച്ചെങ്ങാനും ചെന്ന് ഈ കുപ്പിയുടെ കാര്യം ഡോക്ടറോട് പറഞ്ഞാലുണ്ടല്ല എന്റെ ചീട്ട് കീറും സാറ്. മത്തായി പേടിക്കണ്ടോ, സൂസി ഒന്നും പറയില്ല. എന്നാ ഞാൻ പോട്ടാ, ഡോക്ടർ റൗണ്ടിന് വരാൻ സമയമായി. മോള് വരുന്ന മത്തായി ചേട്ടന്റെ കൂടെ. ഞാനൊരു റൗണ്ട് ഇട്ടിട്ട് വരാം. ആ മോള് മറന്നു. മത്തായി ചോണിക്ക് എവിടെ? ആ ഞാൻ മറന്നുപോയി കേട്ടാ. മാതാവ് എവിടെയാണ്? സാറിന് എടുത്തു വരട്ടെ. എനിക്ക് ഒത്തിരി വെച്ചേക്കണം കേട്ടാ. ഇതെങ്ങനെ? ഇത് കൊള്ളാവോ? ഓഹോ, ഫസ്റ്റ് ക്ലാസ് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഇത് കൊള്ളില്ല. പെണ്ണിന്റെ പിറന്നാളിനൊരു സാരി വാങ്ങിക്കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഇവള് പിറന്നാൾ കഴിഞ്ഞാലും സാരി സെലക്ട് ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ. കൊച്ചൊരു കാര്യം ചെയ്യ്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. സാരി സെലക്ഷൻ കഴിഞ്ഞ് പുറത്ത് വന്ന് വിളിച്ചാൽ മതി. ആ നാളെ നമ്മൾ പെണ്ണിനെ കാണാൻ ചെല്ലുമെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. വാക്ക് പാലിച്ചില്ലെങ്കിൽ അത് എനിക്ക് മോശമാ. പെണ്ണ് കാണാൻ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല പിള്ളേ. പെണ്ണ് കാണാൻ പോയത് ബാലേന്ദ്രനാണ്. നമ്മൾ പോയി പെണ്ണിനെ കണ്ട് വാക്കും കൊടുത്തിട്ട് വരുമ്പോ അവൻ പോവില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ബാലചന്ദ്രന്റെ കാര്യം താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ വെച്ച് വെറുതെ നീട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നു എന്നാണോ താൻ പറയുന്നേ? അവനോട് പറഞ്ഞാൽ കേൾക്കണ്ടേ? കേൾപ്പിക്കണം. അയാൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നിൽക്കുക എന്താണ് താൻ ചോദിക്കണം. ഞാനിവിടെ സ്ഥലത്തില്ലാതായി പോയതുകൊണ്ടാ അവന്റെ കല്യാണം ഇത്ര വൈകിപ്പോയത് തന്നെ. ഏതായാലും ഇന്ന് അവനോട് ചോദിച്ച് രണ്ടിലൊന്ന് തീരുമാനിക്കും. അപ്പൊ നാളെ പോകുന്ന കാര്യം? ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ല. പഠിത്തം കഴിഞ്ഞ ഉടൻ പൈലറ്റായിട്ട് ജോലി കിട്ടി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ. പിന്നെ കല്യാണം കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരു ധാരണയുണ്ടല്ലോ, അതാ കാര്യം. നാളെ തന്നെ പോവാം. താൻ കൊടുത്ത വാക്ക് തെറ്റിക്കണ്ട. ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് വയസ്സായി. കഴിഞ്ഞ 35 വർഷക്കാലം നാടിനു വേണ്ടി സേവനമനുഷ്ഠിച്ച് ക്യാമ്പുകളിൽ നിന്നും ക്യാമ്പുകളിലേക്കുള്ള യാത്രക്കിടയിൽ കുടുംബത്തെ പറ്റിയോ മക്കളെ പറ്റിയോ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. ഇനിയുള്ള കാലം എനിക്ക് വേണ്ടത് അല്പം വിശ്രമവും സ്വസ്ഥതയുമാണ്. മിലിറ്ററി ക്യാമ്പ് പോലെ പുരുഷന്മാർ മാത്രമുള്ള ഈ വീട്ടിനെ വീടെന്ന് പറയാനാവില്ല. ഒരു കുടുംബമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്ത്രീ കൂടിയേ തീരും. വിവാഹത്തെപ്പറ്റി നിന്നോട് പറയുമ്പോഴെല്ലാം നീ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ കാരണം? തുറന്നു പറയൂ, എന്നോട് തുറന്നു പറയൂ. ഒന്നുമില്ല ഡാഡി. എന്നാലും ഇത്ര പെട്ടെന്ന് വേണോ? വേണം. ഇപ്പോഴേ വൈകിപ്പോയി. ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല. നാളെ പിള്ള നിനക്ക് വേണ്ടി ഒരു പെണ്ണിനെ കാണാൻ പോകുന്നുണ്ട്. നീ കൂടി പോണം. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ വിവാഹം ഉടനെ നടത്തണം.